എപ്പിസോഡിന്റെ തുടക്കത്തിൽ മർജാൻ ആദേശിന്റെ പരാക്രമം കണ്ട് കിളി പോയിരിക്കുകയാണ്. നീ എന്തേ കാണിക്കുന്നേ? ദേ അനാവശ്യം കാണിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവൻ കയറി ഫ്രണ്ടിൽ നിന്നു. എന്താ, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വഴിയിൽ നിന്ന് മാറി നിൽക്ക്, ഞാൻ പോട്ടെ. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്ത് കള്ളം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, മനസ്സിലാവുന്നില്ലേ? ചേട്ടന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇത് കേട്ട് മർജാൻ പെട്ടെന്ന് ടെൻഷനായി. ഇതിപ്പോൾ എവിടുന്നാ വന്നതിന്? ഇനി എന്നോട് കള്ളം പറഞ്ഞോണ്ടല്ലോ. എനിക്ക് എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിരപരാധികളെയാണ്, അല്ലാണ്ട് കുറ്റം ചെയ്തിട്ട് ഒളിച്ചു നടക്കുന്നവരെയല്ല. ഫാമിലിയുടെ സ്നേഹത്തിൻ്റെയും കാര്യം പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല. ഇത് പറയുമ്പോൾ അവൻ്റെ ചെവിയിൽ വീണ്ടും ഏനുകളുടെ ശബ്ദം മുഴങ്ങി. ദേഷ്യം കൂടിയപ്പോൾ അവൻ്റെ കൈയുടെ പിടിയും മുറുകി. നിർത്തിക്കോ നീ? മുറിയിൽ നിന്ന് ആദേശിൻ്റെ ഒച്ച കേട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മുസയാനും അസ്ലിയും വരെ വന്നു. അടുത്ത സീനിൽ പതിവ് പോലെ ഹൈദറിന്റെ ഫാമിലി മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മുറാത്തിന്റെ പേര് അലറി വിളിച്ചുകൊണ്ട് ആദേശ് അങ്ങോട്ടേക്ക് വന്ന പാടെ ആദേശ് മുറാത്തിന്റെ കോളർ കുത്തിപ്പിടിച്ചു. എന്തൊരു ചേട്ടനാടാ നീ! ദേ ഇവൾ ഇപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് നീ ഒരു നാണം ഇല്ലാതെ മാന്യനായിരിക്കുന്നു. നിന്റെ അനിയത്തിയല്ലേ അവൾ? നിങ്ങൾ ഇതിന് കൂട്ടുനിന്നുവല്ലേ? നല്ല ഫാമിലി. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. പിന്നെ നീ എങ്ങനെയുള്ളവനാണ് ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തതെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കി തരാം ഞാൻ. ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ഓഹോ, അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചല്ലേ? ഞാനപ്പോൾ 2 ആഴ്ചത്തേക്കൊന്ന് മാറി നിന്നപ്പോഴേക്കും ഇപ്പോൾ ആദിശ് എടുത്ത് മുറാത്തിനെ പഞ്ഞിക്കിട്ടേനെ. അല്ലെങ്കിലും ആ ചെക്കനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ എനിക്കറിയായിരുന്നു. എവിടെ കൊണ്ടുവരുമ്പോൾ ബിന്നാസ് പെട്ടെന്ന് വാവൊത്തി. പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, നിന്റെ പേരൻസ് ഒക്കെ സുഖമായിരിക്കുന്ന മലിക്? പക്ഷെ ഇത് കേട്ട് അവൻ്റെ മുഖം പെട്ടെന്ന് വാടുന്നു. ബിന്നാസിന്റെ ചോദ്യത്തിന് ഒരു തട്ടിക്കൂട്ട് മറുപടി കൊടുത്തിട്ട് പെട്ടെന്ന് അവൻ അവിടെ നിന്നും പോയി. ഇതേ സമയം മർജാൻ രണ്ടും കൽപ്പിച്ചാണ്. ആദിഷിന്റെ പാസ്റ്റ് കണ്ടുപിടിക്കാതെ ഇനി ഉറക്കമില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവൾ. ആ മുറാത്തിന് ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? അതിനൊക്കെ എൻ്റെ കയ്യിൽ വേറെ പ്ലാൻ ഉണ്ട്. ഓഹോ, ഇപ്പൊ മുറാത്ത് മാത്രമായ തെറ്റുകാരൻ? ആദിഷ്, ഞാനൊരു കാര്യം പറയാം. അവൾ ആള് ശരിയല്ല. അവൾ നമ്മളെ പൊട്ടന്മാരാക്കുകയല്ലായിരുന്നോ? ഇത് കേട്ട് കുറച്ച് ശബ്ദം ഉയർത്തി ആദിഷ് പറഞ്ഞു. ഒരനിയത്തി എന്ന രീതിയിൽ അവൾ എന്ത് ചെയ്തോ അത് കറക്റ്റാണ്. ഇതല്ല ഇപ്പം നമ്മുടെ വിഷയം. ജമാൽ, ആ വീഡിയോ നമുക്ക് ഉടനെ വേണം. ഞാനും നിങ്ങളുടെ കൂടെ കൂടാം എന്ന് അസ്ലി പറയുമ്പോൾ അവളെ അവർ കണ്ടം വടി ഓടിച്ചു. അടുത്ത സീനിൽ ആദേശ് ആ പൊട്ടിപ്പൊളിഞ്ഞ് ഒറ്റപ്പെട്ട് കിടന്ന വീട്ടിൽ ഒരു പുതിയ കേസ് ബോർഡ് സെറ്റ് ചെയ്യുകയാണ്. ആദേശിന്റെ പാസ്റ്റുമായി ഒരു ഡീപ്പ് കണക്ഷൻ ഈ റൂമിനുള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് സീക്രട്ട് റൂം എന്ന് വിളിക്കാം. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇപ്പോൾ അവൻ ഈ മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവനൊരു ഫയലെടുത്ത് അതിൽ നിന്നൊരു ഫോട്ടോ നോക്കുന്നു. ദേ, ഈ ഫോട്ടോയിൽ ആദിഷിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? ഇയാളെ ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ആവശ്യം വരും. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് തൊട്ട് പിന്നിലെ കബോർഡ് മാറ്റി. ഈ കാണുന്ന വരയും കുറിയും ആദേശും അവൻ്റെ അനിയത്തി ഏനുള്ളും ഈ മുറിയിൽ നരകിച്ച് കിടന്നിരുന്നപ്പോൾ വരച്ചു കൂട്ടിയതാണ്. അവൻ വേദനയോടെ അതിലേക്ക് നോക്കുന്നു. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു. ഇപ്പം എത്ര ദിവസമായി? 187 ദിവസം. ചേട്ടൻ പറഞ്ഞത് 200ാമത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് പോകുമെന്നല്ലേ? അതെ, 200ാമത്തെ ദിവസം നമ്മൾ ഉറപ്പായിട്ട് ഇവിടുന്ന് പോകും. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഥ തുറന്ന് ഒരാളകത്തേക്ക് വരുന്നു. പ്രസന്റിൽ ഇത് ഓർത്തെടുക്കുമ്പോൾ അവൻ ഒരുപാട് വേദന തോന്നുകയാണ്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഇനുൾ. നമ്മൾ അനുഭവിച്ചതുപോലെ ഇനിയുള്ള 187 ദിവസം ഇവർക്ക് ഞാൻ നരകമാക്കും എന്ന് പറഞ്ഞവൻ ഇന്ന് 1ാമത്തെ ദിവസം എന്നവിടെ കൗണ്ട് ചെയ്തു. ഇവൻ ഇതെങ്ങോട്ട് പോയി? ബൈ ദ ബൈ, ഇന്ന് മുതൽ മർജാൻ ആദിഷിന്റെ പാസ്റ്റ് കണ്ടുപിടിക്കാൻ അഹോരാത്രം പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ സീക്രട്ട് റൂമിൽ നിന്ന് ഒരനക്കം കേട്ടു. ശബ്ദം കേട്ട എന്താണെന്ന് നോക്കണമല്ലോ. അവൾ പിന്നെ ഒട്ടും വൈകാതെ റൂം തുറക്കുന്നതും കൃത്യമായി ആദേശ് പുറത്തേക്ക് വരുന്നതും ഒന്നിച്ചായിരുന്നു. നിനക്കെന്താ ഇവിടെ പരിപാടി? ഞാൻ എൻ്റെ ഒരു പഴയ ആൽബം തപ്പി വന്നതാ. ഇവിടെ നിന്റെ ഒരു ആൽബവും ഇല്ല. ഈ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നത് എപ്പോഴേ മാറ്റി. ഓഹോ, അപ്പം നീ ഇത് സ്വന്തമായിട്ടങ്ങ് എടുത്തോ? വെറുതെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നടക്കങ്ങോട്ട്. അടുത്ത സീനിൽ അസ്ലി ആദേശിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനെ കണ്ടപാടെ അവൾ ചാടിത്തുള്ളി മൂവി കാണാം എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ പിന്നെ ഒരിക്കലാവാം എന്ന് പറഞ്ഞവൻ നൈസായിട്ട് അതേ നൂരി. ഇതെല്ലാം കണ്ടുകൊണ്ട് ജമാൽ കുറച്ചപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അസ്ലിയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവൻ മുറിയിൽ വരുമ്പോൾ മർജാൻ ഉറക്കം പിടിച്ചിരുന്നു. തണുപ്പത്ത് പുതപ്പിന്റെ മണ്ട കയറി കിടന്നാണ് തമ്പുരാട്ടിയുടെ ഉറക്കം. ഇത് കണ്ട് അവനത് അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അടുത്ത സെക്കൻഡിൽ അവൻ തന്നെ പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു.
പിറ്റേ ദിവസം ബിനാസ് ആൻഡ് ടീം നല്ല തിരക്കിലാണ്. അവരുടെ പണിക്കിടയിൽ സെഹ്റ ഇടയ്ക്ക് കയറി ചീച്ചക്കൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്ന് പെട്ടെന്നാവട്ടെ, ഇങ്ങനെ അനങ്ങിയാണോ പണിയെടുക്കുന്നേ? ഇത് കേട്ട് പല്ല് കടിച്ച് ചീച്ചക്ക് പറഞ്ഞു, ദേ അവിടുന്ന് മാറി നല്ല ബാഗ് കത്തിപ്പോവും. പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും തൻ്റെ ഭരണം തുടങ്ങിയപ്പോഴാണ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന മാലിക്കിനെ അവൾ ശ്രദ്ധിച്ചത്. അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ഡീസൻ്റായി. നമ്മൾ പരിചയപ്പെട്ടില്ലല്ലേ? അവളുടെ ഈ ക്യാരക്ടർ ഷിഫ്റ്റ് കണ്ട് ബിന്നാസ് അവളെ അന്തം വിട്ടു നോക്കി. ചീച്ചക്കോ അതേപോലെ തന്നെ. ഇവൻ ഇവിടുത്തെ ഡ്രൈവറാണ്, മാലിക്. ഈജിപ്തുകാരനാണ്. ഈജിപ്റ്റ് എന്ന് കേട്ടപ്പോൾ ഒന്നാളാവാൻ വേണ്ടി അറബിക് പോലെ വേറെ ഏതോ ഒരു ഭാഷയിൽ സെഹ്റ മാലിക്കിൻ്റെ അടുത്ത് ഒരു കിടിലൻ സെൽഫ് ഇൻട്രോ അങ്ങ് പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും അവളെ എടുത്തിട്ടൂക്കി. സെഹ്റ അവനോട് ക്ലോസ് ആവാൻ നോക്കുമ്പോൾ ചീച്ചക്ക് അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇന്ന് പതിവിന് വിപരീതമായി മർജാനാണ് ആദ്യം എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ പാടെ അവൾ നോക്കിയിരിക്കുന്നത് ആദേശിന്റെ സുന്ദരമായ മുഖത്തേക്കാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റി. അവളുടെ കണ്ണ് നേരെ പോയത് ആദേശിന്റെ അടുത്ത് സുഖമായി കിടന്നുറങ്ങുന്ന അവന്റെ ഫോണിലേക്കാണ്. മർജാൻ പമ്മി അവന്റെ ഫോൺ അടിച്ചു മാറ്റി. വലിയ കാര്യത്തിൽ ഫോണൊക്കെ അടിച്ചു മാറ്റി അത് ഓണാക്കാൻ നോക്കിയപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. അത് ലോക്കാണ്. പക്ഷെ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഫോണിൽ ലോക്ക് കണ്ടുപിടിച്ച മഹാനെ പ്രാഗിക്കൊണ്ട് 2005 187 ഒക്കെ ട്രൈ ചെയ്യുന്നു. അവൻ ലോക്ക് അഴിക്കാൻ ട്രൈ ചെയ്യുന്നതിനിടയിലാണ് ആദേശം ഉണരുന്ന പോലെ അവൾക്ക് തോന്നിയത്. അവൻ കണ്ടു കഴിഞ്ഞ് ഉറപ്പായിട്ടും ഭിത്തി കയറും എന്നതറിയാവുന്നതുകൊണ്ട് അവൾ എടുത്ത ഫോൺ എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ച് നേരെ ബാത്റൂമിലേക്ക് ഓടി. ഡോറടയ്ക്കുന്ന സൗണ്ട് കേട്ട് അവൾ പോയി എന്ന് മനസ്സിലായപ്പോൾ ആദേശ് കണ്ണു തുറന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ മുസയാനം തുടങ്ങി. പതിവ് പോലെ ഇന്നത്തെ ഏറെയും മർജാൻ തന്നെ. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി അവൾ അവിടുന്ന് കുത്തി എഴുന്നേപ്പിച്ച് അവളെ കൊണ്ട് ആദേശിന് ചായ ഒഴിപ്പിച്ചു കൊടുക്കുന്നു. ഈ സമയം ആദേശം അത് നന്നായി മുതലാക്കുന്നുണ്ട്. അടുത്ത സീനിൽ ചീച്ചക്കും മാലിക്കും ഒളിച്ചും പാത്തും സംസാരിക്കാൻ വന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലത്തെ സെഹ്റയുടെ ചാട്ടത്തിന് യവൻ വളം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ ചാടിക്കുന്നു. പക്ഷെ ബുദ്ധിമാനായ മാലിക് ഒരു നെക്ലസ് ഒക്കെ കൊടുത്ത് അതങ്ങ് ഒതുക്കി തീർത്തു. ആരെങ്കിലും വന്നാൽ ഉടനെ ഈ വാതിൽ തട്ടിക്കോണം, ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങും. ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചതിക്കരുത്, അവൻ എന്നെ പടവാക്കും. മാം ധൈര്യമായിട്ട് പൊക്കോ. മോനെ ആദേശേ, നിന്റെ അല്ല നിന്റെ അപ്പൂപ്പൻ്റെ വരെ ജീവചരിത്രം ഞാൻ കണ്ടുപിടിക്കും. ഈ മർജാനോട് അവൻ്റെ കളി. ഈ മേഡം ഒന്ന് ഇത്രയും താമസിക്കുന്നേ, ആരെങ്കിലും കണ്ടാൽ തീർന്നു. ആദേശിന്റെ ക്യാബിന് ഫ്രണ്ടിലുള്ള യസാറിന്റെ ഈ ചുറ്റിത്തിരിയല് ആ വഴി പോയി അസ്ലി ശ്രദ്ധിക്കുന്നു. ഇതെന്താ സംഭവം? ഈ സമയം മർജാൻ തല കുത്തി നിന്ന് ആ ക്യാബ് മുഴുവൻ അരിച്ചു വെറുക്കുകയാണ്. മേശയുടെ ഡ്രോയർ തപ്പുന്നതിനിടയിൽ അതിൽ ഒരെണ്ണം മാത്രം പൂട്ടിയിരിക്കുന്നത് കണ്ട് അതിലെന്തോ അതീവ രഹസ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവൾ അതിന്റെ കീ അന്വേഷിക്കാൻ തുടങ്ങി. സാർ, ഇതാണ് ബുറാക്ക്. താങ്ക് യു സാർ, എന്നെ അക്സെപ്റ്റ് ചെയ്തതിന്. താങ്ക് യു ഒക്കെ സാഹിതയോട് പറഞ്ഞാൽ മതി. സാഹിതയാണ് എനിക്ക് നിന്റെ CV കാണിച്ചു തന്നത്. സാർ പേടിക്കണ്ട, ഞാനിവിടെ എല്ലാം മുറിയെ പണിയെടുത്തിരിക്കും. ഇത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവൻ കയ്യിലിരുന്ന ഫയൽസൊക്കെ കൂടി തറയിലിട്ടു. ഈ സീരീസിന്റെ അവസാനം വരെ ഇവൻ ഇത് തന്നെയാണ് പണി. എന്തായ സാർ ഇവിടെ പരിപാടി? കർത്താവെ തൂക്കി, ഈ പെണ്ണുമ്പിള്ളക്ക് ആ വഴി എങ്ങാനും പോയാൽ പോരെ? ഹായ് അസ്ലി മാം, സുഖാണോ? ഞാനിവിടെ ഫയൽ നോക്കുമായിരുന്നു. അവനത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആദിശൻ രംഗത്തേക്കെത്തി. സൂപ്പർ. ആദിശാറും വന്നോ? സാറിന്ന് സുന്ദരനായിരിക്കുന്നു. എന്നാ ഞാൻ പോട്ടെ. കർത്താവ്, എൻ്റെ മെർജാൻ മാമിനെ കാത്തോണേ. ആ തല്ലുകൊള്ളി ഇതിനകത്ത് കാണുമല്ലേ? ശരിയാക്കി തരാം. ഈ സമയം മാൻഷനിൽ നെർമിൻ മുസയാനവുമായി ചെറുതായിട്ടൊരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു. അതൊത്തില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തോടെ കൊണ്ടുവന്ന് ഒരു നല്ലൊരു ചായക്കപ്പ് പൊട്ടിച്ച് കുറച്ച് ചായ നെർമിൻ്റെ ദേഹത്ത് ഒഴിച്ചു. കീ തപ്പി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു പ്രേതം. എന്താ ഇവിടെ പരിപാടി? പക്ഷെ മറിച്ചാൻ പഴയ മറിച്ചാനല്ല സുഹൃത്തുക്കളെ. അവൾ ഒട്ടും പേടിയില്ലാതെ പറഞ്ഞു, ഞാൻ നിന്നെപ്പറ്റിയുള്ള രഹസ്യം അറിയാൻ വന്നതാണ്. നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. ഒന്ന് പോടാ, നീ ആരാണെന്ന് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. ഇത് ഞാൻ നിന്നോട് നേരത്തെ ക്ലിയറായി പറഞ്ഞതല്ലേ. അവളെ ഞെട്ടിച്ചുകൊണ്ട് എന്നാ ശരി നോക്കിക്കോ എന്ന് പറഞ്ഞ് അവൾ ഇത്രയും നേരം അന്വേഷിച്ച ആ കീ അവൾക്കെടുത്ത് കൊടുത്തു. എനിക്കറിയായിരുന്നു അതിലെന്തോ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന്. അതല്ലേ നീ അത് മാത്രം പൂട്ടിയിട്ടത്? ദാ നീ നോക്കിക്കോ. അവൾ ഉടനെ ആ കീ മേടിച്ചത് തുറന്നു. പക്ഷെ അവൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത ആ ഡ്രോയറിൽ ഒരു മാങ്ങാണ്ടി ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് മർജാൻ്റെ കൺട്രോൾ പോയി. പുറത്ത് വലിയ ബിസിയാണെന്ന് കാണിച്ച് ഇങ്ങനെ പിള്ളേർ കളിക്കാൻ നിനക്കിവിടെ കുറേ ടൈം കിട്ടുന്നുണ്ടല്ലേ. ഇവിടെ എംപ്ലോയീസിനെ ഹയർ ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യാനാണ്, അല്ലാതെ ചാരപ്പണിക്കല്ല. ഉടനെ തന്നെ ഞാൻ നിന്റെ കള്ളത്തരം കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞവൻ ശബ്ദം ഉയർത്തി അവളുടെ അടുത്തേക്ക് നീങ്ങി. അത് കേട്ട്
ചെറുതായിട്ടൊന്ന് പേടിച്ചു നിൽക്കുമ്പോൾ ഏതോ ഒരാൾ മാലാഖയുടെ രൂപത്തിൽ വന്ന് ആദിഷിനെ കോൾ ചെയ്തു. അത് വേറെ ആരുമല്ല, ജമാൽ തന്നെ. വേഗം ഇറങ്ങും, നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുക. എങ്ങോട്ട്? ലഞ്ചിന്. ഞാനങ്ങ് വരുന്നില്ല. അത് ഞാൻ നിന്നോട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചതല്ല, വരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ അഗൈൻ അവളെ പിടിച്ചു വരച്ച് ഫുഡ് കഴിപ്പിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഈ സമയം മാൻഷനിൽ സെഹറ മാലിക്കിനെ വായി നോക്കി നിൽക്കുകയാണ്. ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവനൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന സെഹറിനെ കണ്ട് ബിന്നാസ് സെഹറയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നു. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അവളെ കണക്കിന് ടൂക്കുന്നുണ്ട്. ഈ കലാപരിപാടികൾക്കിടയ്ക്കാണ് ചീച്ചക്ക് അങ്ങോട്ട് വന്നത്. നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? സെഹറയുടെ ആ ചോദ്യത്തിന് ഇല്ല എന്നാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഇത് കേട്ട് ചീച്ചക്ക് അപ്സെറ്റ് ആകുന്നു. ഈ സമയം ആദേശ് ലഞ്ച് കഴിക്കാൻ എന്ന് പറഞ്ഞ് കൃത്യമായി കൊണ്ടുവന്നത് നെസറുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. പാവ നെസർ സമാധാനമായിട്ടൊന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മരണത്തെ കണ്ടത്. എനിക്കറിയാൻ വയ്യാണ്ട് ഞാൻ ചോദിക്കുക, നിനക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലേ ഫുഡ് കഴിക്കാൻ വരാൻ? ഇത് കേട്ട മർജാന അടക്കി കയറി. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന് കുറേ പ്ലാൻ ഉണ്ടാക്കി ഒരുപാട് ക്ഷീണിച്ച് കാണുമല്ലേ നീ? മർജാൻ, നീ വിചാരിക്കുന്ന പോലെയല്ല. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇവരുടെ ഈ സംസാരം കേട്ട് പല്ല് കേടിച്ച് ഇപ്പുറത്ത് ഒരാൾ ഇരിപ്പുണ്ട്. നെസറി സംസാരിക്കുന്ന ഗ്യാപ്പിൽ ജമൽ നൈസായിട്ട് അവൻ്റെ ഫോൺ എടുത്ത് എന്തോ ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. വന്ന കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇനി ഇവൻ്റെ ഒലിപ്പീര് സഹിച്ചുകൂടി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവളുടെ അടുത്തൊന്ന് മാറി നിന്നോണോന്ന്. മതി, നിർത്തിക്കോ. ഇത് കേട്ട് പൊതുസ്ഥലം ആയതുകൊണ്ടാണോന്നറിയില്ല, പെട്ടെന്ന് നെസർ അവിടെ നിന്ന് പോന്നു. നാണമില്ല നിനക്ക്? അവനിവിടെ നേരത്തെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? നീ പറഞ്ഞത് കറക്റ്റാണ്, അതുകൊണ്ട് തന്നെയാ. എഴുന്നേക്ക്, വാ പോവാ. എങ്ങോട്ട്? ഞാനൊന്നും വരുന്നില്ല. വെറുതെ വാശി പിടിക്കണ്ട, വാ. എന്തായി, വല്ലതും കിട്ടിയോ? ഇല്ല, ഞാൻ ഓഫീസ് മുഴുവൻ അരിച്ചു പെറുക്കി. എന്തെങ്കിലും ഉറപ്പായിട്ടും കിട്ടിക്കാണും. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ആ സ്റ്റഡി റൂം പെട്ടത്. ഞാൻ എല്ലായിടവും നോക്കി, ഇനി ഒരിടവും കൂടെ ബാക്കിയുണ്ട്. അവൾ സ്റ്റഡി റൂമിലേക്ക് നോക്കി പറഞ്ഞു. ഈ സമയം ആദിഷും ജമാലും സ്റ്റഡി റൂമിലുണ്ടായിരുന്നു. അവർ കുറച്ചു മുന്നേ നെസറിന്റെ ഫോണിൽ നിന്നും ചോർത്തിയ മുറാത്തിന്റെ വീഡിയോ കാണുകയായിരുന്നു. ആദിഷ് ഇത് കണ്ട് ദേഷ്യം കൊണ്ട് വരച്ചു. ഒരു മനുഷ്യത്വം ഇല്ലാതെ കൊന്നു കളഞ്ഞത് കണ്ടില്ലേ അവൻ? സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു ജീവൻ അവൻ നശിപ്പിച്ചു. ജമാലും ആദിഷും പുറത്തു പോയ ഗ്യാപ്പിൽ അടുത്ത ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മെർജനകത്ത് കയറി. തപ്പി അവസാനം ലാപ്പിലേക്ക് നോക്കി അവൾ കണ്ടത് കുറച്ചു മുന്നേ അവർ കണ്ട മുറാത്തിന്റെ വീഡിയോ ആണ്. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ അവൾ അവിടുന്ന് ചാടി എഴുന്നേറ്റു. നീ അന്വേഷിച്ചു വന്നത് കിട്ടിയോ? അതിനിടയ്ക്ക് ആദേശിന്റെ ശബ്ദം. ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ മുന്നിൽ കണ്ടത് കള്ളമാവണേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന മർജാനെ കാണിച്ചു കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് RJ കുട്ടി.